എന്താണ് ഫെസ്റ്റ് ആപ്പ്? നമ്മുടെ സ്കൂളുകളിലും മദ്രസകളിലും കോളേജുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആർട്സ്, സ്പോർട്സ്, മീലാദ് ഫെസ്റ്റുകളൊക്കെ ഡിജിറ്റലി സെറ്റ് ചെയ്യാൻ ആവശ്യമായ എ ടു ഇസഡ് കാര്യങ്ങൾ അടങ്ങിയിട്ട് ഒരു വെബ്സൈറ്റ് ആണ് നമ്മളെ ഫെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ ഫെസ്റ്റ് ആപ്പിന് 2 ഫേസുകളാണുള്ളത്. ഒന്നാമത്തത് അഡ്മിൻ പേജ്. അഡ്മിൻ പേജ് എന്ന് പറഞ്ഞാൽ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകര്, കൺട്രോളേഴ്സ്, അധ്യാപകര് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അഡ്മിൻ പേജ് എന്ന് പറയുന്നത്. അതില് കുട്ടികളുടെയും അതുപോലെ പ്രോഗ്രാംസിന്റെയൊക്കെ ഡാറ്റ അടിച്ചു കയറ്റാനും, അതുപോലെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂളുകൾ സെറ്റ് ചെയ്യാനും, റിസൾട്ടുകൾ അടിച്ചു കയറ്റാന്, പിന്നെ അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമാവലികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൺട്രോളേഴ്സിന് ചെയ്യേണ്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പേജാണ് അഡ്മിൻ പേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഓരോ റോൾ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ കൺട്രോളറാണെന്നുണ്ടെങ്കിൽ കൺട്രോളിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റോൾ ബേസ്ഡ് സാധനം ഉണ്ടാവും. ടീമിന്റെ മാനേജർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ടീമിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് രജിസ്ട്രേഷൻ, പാട്ടും പ്രസംഗങ്ങളുള്ള പരിപാടികളൊക്കെ ടോപ്പിക് രജിസ്ട്രേഷൻ ചെയ്യാൻ, അതുപോലെ മീഡിയക്കാർക്ക് അവരുടെ മീഡിയ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആക്സസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഓരോ റോൾ ബേസ്ഡ് ആയിട്ടാണ് ഈ അഡ്മിൻ പേജിലേക്കുള്ള ആക്സസ് ഉണ്ടാവുക. പിന്നെ അതുപോലെ ഓൺലൈൻ ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാമും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ ഈ അഡ്മിൻ പേജിൽ അവൈലബിൾ ആയിരിക്കും. അത് ജഡ്ജികൾക്ക് അവരുടെ റോൾ അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ആക്സസിബിലിറ്റി അവർക്ക് അതിൽ കിട്ടും. ഈ താഴെ കണ്ട ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിൻ പേജ് നോക്കാനും 3 ദിവസം വരെ ഫ്രീ ആയിട്ട് ട്രയൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ അഡ്മിൻ പേജ് അനലൈസ് ചെയ്യാനും പറ്റും. രണ്ടാമത്തത് പബ്ലിക് പേജ്. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ അവരുടെ രക്ഷിതാക്കള്, നമ്മളെ നാട്ടിലുള്ള മറ്റു ആളുകൾക്ക്, ബന്ധുക്കൾക്കൊക്കെ കുട്ടികളുടെ അവരുടെ പരിപാടികളുടെ വിശദാംശങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ കാണാനും മനസ്സിലാക്കാനും റിസൾട്ടുകളൊക്കെ അറിയാനും ഫോട്ടോസ് ഒക്കെ കാണാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു പബ്ലിക് പേജിലുള്ളത്. ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ള കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെ പ്രൈസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്കാണ് നമ്മളെ വെബ്സൈറ്റ് സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അതിന്റെ ബേസിക് പ്ലാൻ സ്കൂളുകൾക്കും കോളേജുകൾക്കുള്ള ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. മദ്രസകൾക്ക് നമ്മൾ സ്പെഷ്യൽ ഓഫർ ആയിട്ട് 2000 രൂപക്കാണ് ഈ വെബ്സൈറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വെബ്സൈറ്റ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ മറ്റൊരു മദ്രസയോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റിന്റെ 10% നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഡിസ്കൗണ്ട് എന്നുള്ള എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കണ്ടുപിടിക്കാന്നുള്ള ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഫെസ്റ്റിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഒരു ടിപ്പ് എന്ന നിലയ്ക്ക് ഒരു ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അതുകൊണ്ട് ചില നിങ്ങളുടെ നാടുകളിൽ ഏതെങ്കിലും ബിസിനസ്സുകാരോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മദ്രസയുമായിട്ടും പള്ളിയുമായിട്ടൊക്കെ സഹകരിക്കണ കച്ചവട സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മുതലാളിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ സമീപിച്ചിട്ട് ആശംസാ പോസ്റ്ററുകൾ, റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ആഡ് ആയിട്ട് പരസ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, അവരുടെ സാധനങ്ങൾ കൊടുക്കാൻ കഴിയും. അത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഉപകാരം എന്ന് വെച്ചാൽ ഇത് കാണുന്ന മദ്രസയുടെ കുട്ടികള്, ഇത് അതുപോലെ അവരുടെ രക്ഷിതാക്കള്, ബന്ധുക്കള്, നാട്ടുകാർ എല്ലാവർക്കും ഈ ഒരു ആഡ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ലാഭം, ഒരുപാട് പ്രൊമോഷനും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പരസ്യം നിങ്ങൾക്ക് ഉണ്ടാകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെലവാക്കുന്ന പൈസ അതിൽ കണ്ടെത്താനും അതിന് പുറമെ കൂടുതലായിട്ട് മദ്രസകൾക്ക് വേണ്ടി ടെസ്റ്റ് നടത്താനുള്ള ആവശ്യമായിട്ടുള്ള വരുമാനങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു പരസ്യം വഴി നേടാൻ പറ്റും.